നമസ്കാരം. നടൻ കൃഷ്ണകുമാറിൻ്റെയും മകൾ ദിയ കൃഷ്ണയുടെയും ഗർഭകാല പൂജയുടെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. കുറച്ച് ദിവസം മുൻപായിരുന്നു ദിയയുടെ 5-ാം മാസത്തെ ചടങ്ങുകൾ നടന്നതും. 2 ദിവസങ്ങളിലായി നടത്തിയ ചടങ്ങിൻ്റെ ആദ്യ ദിവസം ദിയ ധരിച്ചത് മസ്റ്റാർഡ് യെല്ലോ നിറത്തിൽ വാടാമുല്ല നിറമുള്ള ബോർഡറുള്ള മടിസാറാണ്. പിറ്റേ ദിവസം കറുപ്പിൽ ചുവന്ന ബോർഡറുള്ള സാരിയും അണിഞ്ഞു. നിറയെ പൂവ് ചൂടി 60 പവനിൽ അധികം വരുന്ന സ്വർണ്ണാഭരണം അണിഞ്ഞാണ് ദിയ ഒരുങ്ങിയതും. കറുപ്പ് നിറമുള്ള സാരി ഇങ്ങനെ നല്ല ദിവസം ഉടുത്തത് എന്തിനാണെന്ന് സംശയിക്കേണ്ട. ഈ ചടങ്ങിൽ കുഞ്ഞിനും അമ്മയ്ക്കും ദൃഷ്ടിപ്പെടാതിരിക്കാൻ ഈ നിറത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്. എങ്ങനെയാണ് അശ്വിൻ്റെ അമ്മ ഈ സാരി തിരഞ്ഞെടുത്തതും? അമ്മായിയമ്മ വാങ്ങി നൽകുന്ന കറുത്ത സാരി ഉടുത്ത് ചടങ്ങിൽ വരുന്നവർ അണിയിക്കുന്ന കറുത്ത വളകൾ ധരിക്കണം. ആദ്യമായിട്ടാണ് ഇത്രയും ഒരുങ്ങുന്നത്. എല്ലാം ഇഷ്ടപ്പെട്ടുവെന്നും ദിയ പറയുകയായിരുന്നു. കല്യാണത്തിന് ഒരുങ്ങിയത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പലരും പറഞ്ഞു. പക്ഷെ തനിക്ക് തൻ്റെ കല്യാണത്തെക്കുറിച്ച് വ്യക്തമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഒരുങ്ങണം എന്നായിരുന്നു ആഗ്രഹം. അത് നടത്തി. ഇപ്പോൾ കുറച്ച് ആർഭാടത്തിൽ ഒരുങ്ങാമെന്ന് കരുതി കല്യാണത്തിന് ഒരുക്കം കുറവായി എന്ന് പറഞ്ഞവരെ കൊണ്ട് ഇത്തവണ അത് മാറ്റി പറയിപ്പിക്കണം എന്നും ദിയ പറയുന്നു. അശ്വിൻ്റെ വീട്ടുകാർക്ക് അവരുടെ വീട്ടിലെ പെണ്ണായി തന്നെ കാണാൻ ലഭിക്കുന്ന ആദ്യത്തെ അവസരമാണെന്നും ദിയ പറയുന്നുണ്ട്. ഭർത്താവ് അശ്വിൻ ഗണേഷ് തമിഴ് ബ്രാഹ്മണനാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചടങ്ങുകളെല്ലാം വ്യത്യസ്തമാണ്. 5-ാം മാസത്തിൽ ഗർഭിണിക്കും കുഞ്ഞിനും വേണ്ടിയാണ് 2-ാം ദിവസം നീണ്ടു നിൽക്കുന്ന പ്രത്യേക പൂജകളും ആഘോഷങ്ങളും നടത്തിയത്. വളക്കാപ്പ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ലെന്നും അത് 7-ാം മാസത്തിൽ ഉണ്ടാകുമെന്നും ഇത് അതിന് മുന്നോടിയായി നടക്കുന്ന ഒരു റിഹേഴ്സൽ ചടങ്ങാണെന്നാണ് ദിയ പറഞ്ഞത്.